പ്രൈസ് ലോർഡ്. താങ്ക് യു സാജ് ബ്രദർ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പഠിക്കുവാൻ ഒരുമിച്ച് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയ ദൈവത്തിനെ സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു ഉദ്ദേശം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിക്കുന്ന ഓരോ വചനത്തിൻ്റെ പുറകിലും ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിൽ കാണുന്നത്, പിതാവ് ആകർഷിച്ച വ്യക്തി അവൻ യേശുവിൻ്റെ അടുക്കൽ വരും. അത് അത്രയും കാര്യം ദൈവം നോക്കിക്കോളും. അബ്സല്യൂട്ട്ലി നമ്മുടെ ഒരു ഈ പറഞ്ഞ മാതിരി ഇൻവോൾവ്മെൻ്റ് ഉള്ള കാര്യമല്ല. അതായത് വിശ്വാസത്തിലോട്ട് ആദ്യമായിട്ട് വരുന്ന ആ ഒരു സംഭവം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഫർദറായിട്ടുള്ള നമ്മുടെ ജീവിതയാത്ര, അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതും ഒത്തിരി കാര്യങ്ങൾ ആ ഒരു സിസ്റ്റത്തിൽ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ പോയേ പറ്റൂ. നമ്മൾ ഈ ദിവസങ്ങളിൽ ശരിക്കും മോശയുടെ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പുതിയ നിയമ ക്രൈസ്തവ ആ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥമായ ഉദ്ദേശത്തോടെ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഈ പഴയ നിയമത്തിൻ്റെ ആ ഒരു മർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തി എങ്ങനെ അത് കറക്റ്റായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോശയുടെ ഈ ജീവിതം നമ്മൾ പഠിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പുറപ്പാട് പുസ്തകത്തിലെയും അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിലൊക്കെ ഒത്തിരി മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മർമ്മങ്ങൾ യഥാർത്ഥമായി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അത് ഓരോ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായി മനസ്സിലായി വരും. ഈ പുറപ്പാട് പുസ്തകം പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 12, 13, 14, ഈവൻ 15 ആ ഇനിഷ്യൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദഭാഗമാണ്. അത് നമുക്ക് ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അത് ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന ഈ കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തോന്നാം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തതാണ് ഞാൻ പകർന്നു തരുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുറകിൽ അത് ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവം നമ്മളെ സഹായിക്കും ആ കാര്യങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ. അത് നമ്മൾ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ഇരിക്കുന്നുവെങ്കിൽ ആ കാര്യം ദൈവം അത് ചെയ്തു തരും. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ നമ്മൾ കണ്ട, ഓൾറെഡി സാജു ബ്രദർ പറഞ്ഞായിരുന്നു, യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ മറവ്, പെസഹ കുഞ്ഞാടിൻ്റെ ആ ഒരു അനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ, പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ ജീവിതത്തിൽ, അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചക്കാലം 91-ാം സങ്കീർത്തനത്തിൻ്റെ ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൈവം നമ്മളെ നടത്തുന്ന വിധം അത് പറഞ്ഞ് തുടങ്ങി വെച്ചായിരുന്നു. ഒരു കാര്യം നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. അതിന് വ്യക്തമായ ഒരു ഉദ്ദേശം ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേൽ അവരുടെ ജീവിതം ഒരു നിഴലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മുടെ ആ യഥാർത്ഥമായ ക്രിസ്ത്യൻ ജീവിതം, അല്ലെങ്കിൽ ആ നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ഒരു 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 ഷാഡോ ആണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി അങ്ങനെയാണല്ലോ പൗലോസും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആവും, പർപ്പസ്ഫുൾ ആവും. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ അറിഞ്ഞിരിക്കേണ്ട നമ്മുടേതായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പുലർത്തേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മുടേതായ അറിവിലേക്ക് പല കാര്യങ്ങളും ഈ പഴയ നിയമ ഇസ്രായേലിൻ്റെ യാത്രയിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ ലെവലിലോട്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ഫർദറായിട്ട് പഠിപ്പിക്കുന്ന ആ ലെവലിലോട്ട് എത്താത്തത് കൊണ്ടാണ്
നമുക്കത് പലപ്പോഴും മനസ്സിലാകാത്തത്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഈ പെരിഫറൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിച്ച പ്രവൃത്തി നടക്കണമെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ദൈവം പ്ലാൻ ചെയ്തത്, അത് നമ്മൾ പ്രാർത്ഥനയിൽ പറയുമ്പോൾ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെങ്കിൽ, ആരെക്കുറിച്ച്? ഞാൻ പ്രാർത്ഥിക്കും, അത് എൻ്റെ പ്രാർത്ഥനയാണ്. അതായത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഒരു വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ വേറൊരു നിലവാരത്തിലോട്ട് നമ്മൾ ഉയർത്തപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ തിരിച്ച് നമ്മൾ ആ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലോട്ട് തന്നെ നമ്മൾ വരികയാണ്. അവിടെ നമ്മൾ ഫർദറായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ദൈവം അടിയന് പ്രകാശിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒത്തിരി പരിശുദ്ധാത്മാവ് എന്നെ ഈ ഒരു ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ച കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടിയും താല്പര്യപ്പെടുന്നത്. നമുക്ക് വേഗം തന്നെ വചനത്തിന്റെ ആ ഒരു ഭാഗത്തിലോട്ട് കിടക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12-ന്റെ 13-ാം വാക്യം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീറ്റുകയില്ല. മതി, ഈ ദിവസം മതി. ഈ വേദഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ചക്കാലവും ആ വേദഭാഗം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫർദറായിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടത്. അല്ലെങ്കിൽ എന്താണ് ആ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ഒരു പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് യേശുവിൻ്റെ രക്തം കൊണ്ട്, യേശുവാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. അപ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഫർദറായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ? എന്തിനാ ഇതൊക്കെ? എന്തുകൊണ്ടാണ് ഇതൊക്കെ? നമ്മൾ അങ്ങനെ ഫർദറായിട്ട് ഡീറ്റെയിലോട്ട് പോവുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വചനം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. നമുക്കറിയാം, ഈ പഴയ നിയമ ഇസ്രായേലിൻ്റെ ആ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഫറവോനും മിസ്രയീമും അത് സാത്താനും ലോകത്തിനും നിഴലായിട്ടിങ്ങനെ നമ്മൾ പഠിക്കും, നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കടിഞ്ഞൂലിനെ സംഹരിച്ച സംഹാരദൂതൻ അത് സാത്താനല്ല, അത് ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവം തന്നെ, ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയാണ്. സോദോം ഗോമോറയെ നശിപ്പിച്ചതുപോലെയോ, അല്ലെങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ ഓരോ മുദ്രയുള്ള ദൂതൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അത് അവർ സംഹാരത്തിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ഡോണ്ട് കൺഫ്യൂസ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, അത് സാത്താനല്ല, ദൈവത്തിൻ്റെ ദൂതനാണ്. ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ്. ഇവിടെ തന്നെ ഞാൻ കടന്നു പോകുമ്പോൾ എന്തിനാ കടന്നു പോണത്? കൊല്ലാനാണ് കടന്നു പോണത്. ആരെ കൊല്ലാൻ? രക്തം അടയാളമായിട്ട് ഇല്ലാത്ത മിസ്രയീമിനെ. ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഈ പുതിയ നിയമ ഇസ്രായേൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലമൊക്കെ കണ്ടു, അതായത് യേശുവിൻ്റെ രക്തം മറിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്താണ് പ്രാക്ടിക്കൽ തിങ്? എന്താണ് ഇതൊക്കെ? അല്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ദൈവം എന്തിനാ ഇതൊക്കെ ഡിസൈൻ ചെയ്തേക്കണത്? അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ശാന്തമായി, വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് അടിയനെ പരമേൽപ്പിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആസ്പെക്റ്റ് ആണിത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ വീടുകളിൽ രക്തം അടയാളമായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പം ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണമേ. നമുക്കൊരു സെപ്പറേഷൻ, ഒരു മാർക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ലോകത്തിലെ ജനങ്ങളിൽ നിന്ന്, ലോകത്തിലെ ആൾക്കാരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ഈ രക്തത്തിൻ്റെ ഒരു അടയാളം,
ഓരോ വിശ്വാസിക്കും ആ വിശ്വാസിയുടെ ഭവനത്തിലും ആ വിശ്വാസിനെ ഏൽപ്പിച്ച, അല്ലെങ്കിൽ ഒരു ലീഡറാണെങ്കിൽ ലീഡറെ ഏൽപ്പിച്ച മേഖലകളിൽ അവൻ അത് രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കണം. രക്തത്തിൻ്റെതായ ആ ഒരു വിശ്വാസത്തിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് അവനെ ഏൽപ്പിച്ച ആ മണ്ഡലം, അവനെ ഏൽപ്പിച്ച കുടുംബം, അവനെ ഏൽപ്പിച്ച സഭ, അവനെ ഏൽപ്പിച്ച ഒരുപക്ഷെ ജോലി, ബിസിനസ്, അവനെ ഏൽപ്പിച്ച എന്തെങ്കിലും പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ ഒരു കാര്യം, ഒരു മിനിസ്ട്രി ഉണ്ടെങ്കിൽ അത് അവനെ ഏൽപ്പിച്ച, അത് ആത്മീയവും ഭൗതികമായ എല്ലാ കാര്യവും വരും. ഹല്ലേലൂയ. അവനെ ഏൽപ്പിച്ചതിനെ ഹല്ലേലൂയ, യേശുവിന്റെ രക്തം കൊണ്ട് ആമേൻ നമ്മൾ മുദ്രയിട്ടിരിക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ആ മുഴുവൻ പാപങ്ങളും ശാപങ്ങളും ലംഘനങ്ങളും അകൃത്യങ്ങളും ഒക്കെ ആ യേശുവിന്റെ യാഗത്തിലോട്ട് കൊടുത്ത്, ആ ഒരു വ്യക്തിയുടെ മാത്രമല്ല, വ്യക്തി പ്രതിദാനം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും ആമേൻ ആ യേശുവിനോട് യഥാർത്ഥമായി അപേക്ഷിച്ച് അവരുടെ പാപങ്ങൾ, ശാപങ്ങൾ, ലംഘനങ്ങളെല്ലാം യേശുവെ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ച്, അവന്റെ അങ്ങയുടെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ എന്ന് അപേക്ഷിച്ച് ആ രക്തത്തിന്റെ ഒരു മുദ്ര അവൻ ആമേൻ ഹല്ലേലൂയ യഥാർത്ഥമായി കീപ്പ് ചെയ്യേണ്ടതാണ്. അതൊരു മസ്റ്റാണ്. ആ ഒരു 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 ഡിഫറൻസ്, ഹല്ലേലൂയ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ ഡിഫറൻസ് ശരിക്കും എന്താണ് സംഭവിക്കണത്? അതായത് നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളുമാണ് കഴുകപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാപത്തിലാണ്, അകൃത്യത്തിലാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ പറഞ്ഞ ഈ മിസ്രൈമിനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കാരണം പാപത്തിന്റെ അകൃത്യത്തിന്റെ സമയത്ത് അവിടെ യേശുവിന് അവിടെ വസിക്കുവാൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുടിയമ്പൂത്രന്റെ അവസ്ഥ, പുറത്തു പോയ അവസ്ഥ, യേശുവിന്റെ ആ രക്തത്തിന്റെ ഒരു കവറിങ്ങിൽ നിന്ന് പുറത്തു പോയൊരു അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മൾ വളരെ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ സെപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദൈവത്തിന് ശരിക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലും അത് ചെയ്യണമെങ്കിൽ ചില വിടുതൽ, അത് ചില മിസ്രൈമിന്റെ അവസ്ഥയിൽ നിന്നുള്ള, ഈ ലോകത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള, പാപത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ആവശ്യമാണ്. ഈ പാപത്തിന്റെ അവസ്ഥ വെച്ചോണ്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ വെച്ചോണ്ടൊന്നും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇത് ഫണ്ടമെന്റലി നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് ദൈവത്തിന്റെ പ്രവർത്തനവും ദൈവത്തിന്റെ സിസ്റ്റവും സാധാരണ മനുഷ്യൻ്റെ, ഈ ലോകത്തിലെ ആൾക്കാരുടെ പ്രവർത്തനവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്ക് പലപ്പോഴും അത് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പം യേശുവിൻ്റെ തന്നെ കാര്യത്തിൽ, യേശുവിൻ്റെ തന്നെ ശുശ്രൂഷയെക്കുറിച്ച് ഈ യേശുവിൻ്റെ സഹോദരന്മാർ ഈ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പ്രസിദ്ധനാകുവാനായിട്ട് നീ താല്പര്യപ്പെടുന്നെങ്കിൽ ഇവിടെയല്ല, രഹസ്യത്തിലല്ല ചെയ്യേണ്ടത്, പരസ്യത്തിലാണ് ചെയ്യേണ്ടത്. അപ്പം അതെന്താണ് പുതിയ നിയമം ഇസ്രായേലിനെ നമ്മളോട് പറഞ്ഞത്? അത് പുതിയ നിയമം തന്നെയാണല്ലോ. അതായത് ഇപ്പോഴത്തെ ഈ ലോകത്തിലെ ആൾക്കാർ ചെയ്യുന്നത് പോലെയുള്ള നമ്മളെ പബ്ലിസിറ്റി, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ സമയമാണ്. ഇപ്പം ഞാനും ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ഞാനും സോഷ്യൽ മീഡിയയിൽ പരസ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ ഒരു ഇടപാട് ഈ ലോകത്തിൻ്റെ ഇടപാടുമായിട്ട് വ്യത്യാസം ഉണ്ട്. അത് ഞാനത് പഠിച്ചു, ദൈവനെ പഠിപ്പിക്കുന്നു, ഞാനത് പറഞ്ഞും തരാം. അല്ലല്ലേ? പക്ഷേ ഈ ലോകത്തിലെ ആൾക്കാരുടെ ഇടപാട് എങ്ങനെയാണ്? അവർ മാർക്കറ്റ് ചെയ്യണം, അവർക്ക് പരസ്യം കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒത്തിരി കാര്യം പരസ്യങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ അവിടെ യേശു തന്നെ പറയുന്നു, നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്, നിങ്ങൾക്ക് എപ്പം വേണമെങ്കിൽ തുടങ്ങാം. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. യേശുവിൻ്റെ ഈ പറഞ്ഞ മാതിരി സമയത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി പറയാനുണ്ടെങ്കിൽ ഞാൻ തൊട്ട് പോവാം. പിന്നീട് എപ്പോഴെങ്കിലും അതനുസരിച്ച്, അല്ലെങ്കിൽ ദൈവം പറയുന്നതനുസരിച്ച് ഞാൻ പറയാം. അതായത് ഈ കാനാവിലെ കല്യാണത്തിൻ്റെ ആ സമയത്തൊക്കെ ഞാൻ ഇതിനു മുമ്പേ എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായത് എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ യേശുവിൻ്റെ സഹോദരന്മാർ പറഞ്ഞപ്പോൾ തന്നെ അവിടെയും പറയുന്നു, എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ ഈ നാഴികയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യമുണ്ടോ? അപ്പൊ ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അതൊക്കെ അൺകവറായി വരും. നമ്മുടെ ഈ ലൈഫിന്റെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെ ആൻസർ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ദൈവം യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത്? എനിക്ക് ദൈവം ആമേൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടക്കാത്തത്, എൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതി വെളിപ്പെടാത്തതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് അത് വെളിപ്പെട്ട് വരും. അത് മാത്രമല്ല, ഹല്ലേലൂയ, യഥാർത്ഥമായി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇത് പഠിക്കുമ്പോൾ
ഹല്ലേലൂയ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു രക്തം അടയാളമായിരിക്കണം. ഹല്ലേലൂയ. കാരണം രക്തം അടയാളം അല്ലെങ്കിൽ സംഭവിക്കാൻ പോണത് എന്താണ്? ഈ മിസ്രൈമിന് വന്ന പ്രശ്നം നമുക്ക് വരും. അപ്പോൾ തന്നെ അതിനൊരു വേറൊരു മറഞ്ഞിരിക്കുന്ന അർത്ഥമുണ്ട്. ആ മറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ പാപത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വരിക. പക്ഷേ ദൈവത്തിന് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ആ ദൈവം ഉദ്ദേശിച്ച വലിയ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ വലിയ കാര്യങ്ങളെ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു സെപ്പറേഷൻ വേണം. മാത്രമല്ല നമ്മളെ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ലോകത്തിൻ്റെതായ സിസ്റ്റത്തിൽ നിന്ന്, സാത്താൻ്റെതായ സിസ്റ്റം, പല വീക്ക്നെസ്സിൽ നിന്ന്, പല പാപ പ്രവൃത്തികളിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരു വലിയ വിടുതൽ തന്നിട്ട് വേണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ വലിയ വിടുതൽ നൽകണമെങ്കിൽ അവിടെ ഒരു സംഹാരദൂതനെ ചിലപ്പോൾ ഇറക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഓൾറെഡി പാപത്തിലായിരിക്കുവാണെങ്കിൽ, രക്തത്തിന്റെ മുദ്ര അവിടെ ഇല്ലെങ്കിൽ, ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് വലിയ കാര്യം ചെയ്യാത്തത്. കാരണം നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിൽ സംഹാരദൂതന്റെ ആ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായ രക്തം അടയാളം ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചു പോകും, നമ്മൾ തകർക്കപ്പെട്ടു. അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ, ദൈവിക ഉദ്ദേശങ്ങൾ നടപ്പാകണമെങ്കിൽ ഒന്നാമതായിട്ട് രക്തത്തിന്റെ മുദ്രയിലെ പ്രൊട്ടക്ഷൻ നമ്മൾ ശരിക്കും അത് എടുക്കണം. പാപത്തിൻ്റെതായ പാപത്തിൻ്റെതായ അകൃത്യത്തിന്റെ, ലംഘനത്തിൻ്റെതായ അവസ്ഥകളിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വമായിട്ട് യേശുവിനോട് അപേക്ഷിച്ച് ആ രക്തത്തിന്റെ മുദ്ര അല്ലെങ്കിൽ രക്തത്തിൻ്റെതായ ആ ഒരു പ്രിവിലേജ് നമ്മൾ എടുക്കണം. ഹല്ലേലൂയ. അത് മസ്റ്റാണ്. അത് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്തം കൊണ്ട് കഴുകൽ പ്രാപിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അത് രക്തത്തിനാണ് അത് ചെയ്യാൻ പറ്റുക. ഹല്ലേലൂയ. അവൻ അതിനുവേണ്ടിയാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മളിങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. അപ്പോൾ ഹല്ലേലൂയ. ആ ഒരു അവസ്ഥ നമ്മൾ വ്യക്തമായി ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ആ ഒരു വാക്യത്തിനെ ആസ്പദമാക്കി എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ ദൈവികമായ പ്രവൃത്തി വെളിപ്പെടാത്തത്? നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ ബന്ധനത്തിലും ഈ പറഞ്ഞതായ പ്രശ്നങ്ങളിലും ആയിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങൾ ഈ വാക്യത്തിൽ മറഞ്ഞിരിപ്പുണ്ട്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ലെങ്കിലും ഈ പറയുന്ന ആ ദൈവിക സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടി, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ രീതിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഈ വചന മർമ്മങ്ങൾ ഒരു പക്ഷേ ഉപയോഗപ്പെട്ടേക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു വിടുതൽ സംഭവിക്കാത്തത്? പ്രിയ ദൈവമക്കളെ, നമുക്കറിയാമല്ലോ, നമ്മൾ ഈ പുറപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ഈ ഒരു വിടുതൽ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി ആണെങ്കിൽ കൂടിയും എപ്പോഴത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഏതോ 2-3 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞായിരുന്നു. അതറിയാം, ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് ആമേൻ ഹല്ലേലൂയ ദൈവം മോശേനെ അസൈൻ ചെയ്ത് വിട്ടത്. ഹല്ലേലൂയ. അത് നമ്മൾ ഇതിനു മുമ്പ് എടുത്ത് വായിച്ചിട്ടുള്ള വാക്കുകളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു വിടുതൽ എടുത്തിട്ട് ആ നിത്യജീവന്റെ അവസ്ഥയിലോട്ട്, ദൈവത്തിന്റെ പദ്ധതിയിലോട്ടും പോകണമെന്നുള്ള ഒരു ആവശ്യബോധം പലപ്പോഴും നമുക്ക് തോന്നാറില്ല. നമ്മൾ അതിനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഹല്ലേലൂയ ദൈവത്തോട് ശരിക്കും അപേക്ഷിക്കണം. ദൈവമേ, ഇത് പോരാ, എൻ്റെ ലൈഫ് ഇങ്ങനെ പോരാ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടണം, അങ്ങയുടെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നടക്കണം.
യെസ് ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ഹല്ലേലൂയ. ഈ ബന്ധനത്തിൽ നിന്നൊരു വിടുതൽ വേണം. എനിക്കൊരു വിടുതൽ കിട്ടിയേ തീരൂ. എനിക്കൊരു ഹല്ലേലൂയ യെസ് അങ്ങയുടെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നടന്നേ തീരൂ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾക്ക് യെസ് ആമേൻ ഹല്ലേലൂയ കഴിക്കുവാൻ പറ്റുന്നുണ്ടോ? അതായിരിക്കും ഹല്ലേലൂയ നമ്മുടെ വിടുതലിന് ഒന്നാമത്തെ പടി. ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ സാത്താന് പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട്, പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ, അതായത് സ്വർഗത്തിൽ പോലും പോകണമെന്ന് താല്പര്യമുള്ള, ശരിക്കും സീരിയസ്ലി ഞാൻ പറയാം, സ്വർഗത്തിൽ പോലും പോകണമെന്നുള്ള ശരിക്കുള്ള താല്പര്യം പോലും കെടുത്തിക്കളഞ്ഞ ഒരു അവസ്ഥയിലാണ് ഭൂരിപക്ഷം വിശ്വാസികളും. അത് എങ്ങോട്ടാ പോണേ, അല്ലെങ്കിൽ നിത്യജീവനിലേക്കാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ മാറി ആ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം 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 എന്നുള്ള അവസ്ഥ യേസാമൻ അനേക വിശ്വാസികളെ തളച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അത് മാറണം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ശരിക്കും പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർ കൂടിയിരിക്കുന്ന, അവർ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒരു ലീഡറിൻ്റെ അണ്ടറിലാണെങ്കിൽ ഹല്ലേലൂയ യെസ് ആ ലീഡർ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ യെസ് ആമേ. അതുകൊണ്ടാണ് ഈ പൗലോസിൻ്റെ എഫെസോസിലെ സഭയിലൊക്കെ യെസ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നത്. അവരുടെ ആ ഹൃദയ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വലിയ വിശ്വാസം കൊടുക്കാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. അവരുടെ പരിജ്ഞാനം യെസാമൻ വർദ്ധിച്ചു വരാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏത് ലീഡറും ഹല്ലേലൂയ യെസ് ഏത് ലീഡറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബമാണ്, കുടുംബനാഥൻ ഹല്ലേലൂയ അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഹല്ലേലൂയ. ഈ ഒരു പ്രകാശനം ദൈവം തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. അതവർക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഹല്ലേലൂയ ആ ഒരു പാസ് ഓവർ ലാമ്പിൻ്റെ ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിൽ കഴുകൽപ്പെട്ട ആ ഒരു അവസ്ഥ കീപ്പ് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വലിയൊരു വിടുതലിന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കഴുകൽ പ്രാപിച്ചേ പറ്റും. അത് വളരെ ആമൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം നമുക്ക് നോക്കാം. ഈ 15-ാം വാക്യം ഒന്ന് വായിക്കാവോ? അതിൻ്റെ തന്നെ 12-ന്റെ എക്സോഡസ് 12-15 വാക്യം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ച് കളയണം. ഹല്ലേലൂയ. ഈ പുളിപ്പുള്ള അപ്പം, അത് പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിൽ, 13-ാം അധ്യായത്തിൽ, അതിനുശേഷം 14-ാം അധ്യായത്തിൽ ഒക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ഒന്ന് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ദൈവത്തോടൊന്ന് ഒത്തിരി ആർഗ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയോ ചെയ്തൊരു പോയിന്റാണ്. ഞാൻ ഓർത്തിരുന്ന ഈ പുളിപ്പെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ അശുദ്ധിയാണ്, അല്ലെങ്കിൽ പുളിപ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അശുദ്ധമായ അവസ്ഥ, പുളിപ്പില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ അവസ്ഥ. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ ദൈവത്തോട് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് തോന്നിപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിപ്പിച്ചു. കർത്താവേ, കാരണം ഞാൻ ഫ്രാങ്ക്ലി പറയണം, അതായത് ലെറ്റ്സ് ഗോ ഡീപ്പ് ഇൻ ടു ഇറ്റ്. വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കാരണം ഇവിടെ നമ്മളിങ്ങനെ കാണുന്നു, പുളിപ്പിൻ്റെതായ അവസ്ഥ അത് കേവലം അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ മാത്രം, അല്ലെങ്കിൽ അതായത് അശുദ്ധമായ അവസ്ഥ, അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു അവസ്ഥ മാത്രമെങ്കിൽ, ഈ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു. ദാവീദ് അവിടെ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ദാവീദിന്റെ വലിയ പാപത്തിൽ നിന്റെ അവസ്ഥയിൽ നിന്ന് 51-ാം സങ്കീർത്തനം ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഈസോപ്പ് കൊണ്ടുള്ള, ആ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണം മാത്രമേ ദാവീദ് അവിടെ ഈ പറഞ്ഞ മാതിരി സ്മരിക്കുന്നുള്ളൂ. അവൻ്റെ ആ യഥാർത്ഥമായ അനുതാപ ഹൃദയവും യഥാർത്ഥമായ ദൈവം ആ ദാവീദ് ആ രക്തം കൊണ്ടുള്ള ശുദ്ധീകരണമാണ് അവിടെ പറയുന്നത്.
അപ്പം മാത്രമല്ല നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. നമ്മളിപ്പോൾ ഈ എന്തുകൊണ്ടാണ് രക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടത്? സിമ്പിളാണ്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ആ രക്തമായിരിക്കണം അടയാളം. നമുക്ക് ഡാമേജ് വരുത്തരുത്, അല്ലെങ്കിൽ മിസ്രൈമിന് അടിക്കുന്ന ആ ഒരു അനർത്ഥങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണണമേ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. മനുഷ്യനെ, നമ്മളെ പ്രത്യേകിച്ച് വിശ്വാസികളെ തളച്ചിട്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നത്. പരിശുദ്ധാത്മാവ് എനിക്കത് വെളിപ്പെടുത്തുകയും ചെയ്തത്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:41 വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6:41. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്നവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ യേശു തന്നെ അവകാശപ്പെടുന്നു, യേശു തന്നെ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ഇനി അത് യോഹന്നാൻ അതിന്റെ 6 തന്നെ 53 മുതൽ 56 വരെയുള്ള വാക്യം വായിച്ചേട്ടെ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആണിത്. ഹല്ലേലൂയ. നമ്മൾ യഥാർത്ഥമായി യേശുവിനെ ഭക്ഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ, ഹല്ലേലൂയ, ആ സത്യവചനം, ആമേൻ, യഥാർത്ഥമായി നമ്മൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെതായ വലിയ പദ്ധതിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്തോട്ട് ഇറങ്ങണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ ചിലരൊക്കെ അതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് തുടക്കം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും, അല്ലെങ്കിൽ കുറച്ച് നാൾ ഉപവാസത്തിൽ പ്രാർത്ഥനയിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അതേപോലെ നെഹമ്യാവിൻ്റെ കാര്യം, അതുപോലെ ദാനിയേലിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ ബൈബിളിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈവൻ നമ്മുടെ തന്നെ ലൈഫിലുണ്ട്. അതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ചുവടുവെപ്പ്, വലിയ കാര്യത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ, ആമേൻ, നമ്മൾ അവനെ ഭക്ഷിക്കണം. ആമേൻ. നമ്മൾ ആ സത്യവചനം, ആ യേശുവിന്റെ മാംസം ശരിക്കും നമ്മൾ ഭക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ കേവലം വിശുദ്ധിയിൽ ഇരുന്നിട്ട് മാത്രം കാര്യമില്ല. വലിയ പദ്ധതിയിലോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഈ ദൈവത്തെക്കുറിച്ച്, അവൻ്റെ വചനത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇനി അതിനും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഈ പുളിച്ച അപ്പം. അതിനെക്കുറിച്ച് തന്നെ യേശു പറഞ്ഞിരിക്കുന്നത്, അതും കൂടി നമുക്ക് നോക്കാം. ഈ മത്തായി സുവിശേഷം 16:11-12 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 16:11-12. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ പുളിച്ച മാവെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച കാര്യം പുളിച്ച ഉപദേശമാണ്. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, എങ്ങനെങ്കിലും തട്ടിമുട്ടിയുള്ള പോകുന്ന ക്രിസ്ത്യൻ ലൈഫ് അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ച ഒരു വിളിയുണ്ട്. ആ വിളിയിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ, കേട്ടതുപോലെ. ഹല്ലേലൂയ.
ആ ഒരു ഉദ്ദേശത്തിലോട്ട് നമ്മൾ അപ്ലിഫ്റ്റ് ആകണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം യേശുവിനെ ശരിക്കും ഭക്ഷിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. ഈ ഷുഡ് സ്റ്റാർട്ട് ഈവൻ ബിഫോർ വി സ്റ്റാർട്ട് അവർ ആക്ടിവിറ്റി. ഇത് തുടങ്ങിയാലേ വചനത്തിൻ്റെതായ ആ ഒരു പ്രകാശനം ലഭിച്ചാൽ മാത്രമേ യേശാമൻ യഥാർത്ഥമായി നമ്മളെ ഹല്ലേലൂയ യേശാമൻ നമ്മളെ കൊണ്ട് എന്തെത്തിനും കൊള്ളുള്ളൂ. നമ്മൾ അതല്ല ഹല്ലേലൂയ ഈ പറയുന്ന പല പുളിച്ച ഉപദേശവും വെച്ചോണ്ട് ആ ഒരു രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, പല പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുള്ളൂ, അവിടെ ഇരിക്കുള്ളൂ. യേശാമൻ ഈ ഷുഡ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ ദൈവത്തോട് യേശാമൻ ഹല്ലേലൂയ ആത്മാർത്ഥമായി ചോദിക്കണം. ഹല്ലേലൂയ ദൈവമേ, എനിക്ക് സത്യവചനം, യഥാർത്ഥമായ വചനം, യഥാർത്ഥമായ സത്യം എന്നെ നീ ഗ്രഹിപ്പിച്ചേ പറ്റൂ. യേശാമൻ ഹല്ലേലൂയ എന്നെ നീ സഹായിച്ചേ പറ്റൂ എന്ന് യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം വ്യക്തമായി നമ്മളെ ഹല്ലേലൂയ ഈ ഒരു കാര്യത്തിൽ സഹായിക്കും. അവന്റെ സത്യവചനം വെളിപ്പെടും. ഹല്ലേലൂയ വെളിപ്പെടുത്തും. ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള യേശാമൻ ഈ പുറമെ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിലോ അല്ലെങ്കിൽ നമ്മുടേതായ ഈ പ്രസ്ഥാനത്തിലൊക്കെയുള്ള വചനം ഒന്നും നമ്മളെ ഒന്ന് യഥാർത്ഥമായി വിടുവിക്കാൻ ഇസ് നോട്ട് ഇനഫ്, നോട്ട് കേപ്പബിൾ ഇനഫ്. സീരിയസ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വിഷമത്തോടും കൂടിയാണ് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ യഥാർത്ഥമായ ഒരു ദാഹമുണ്ടോ? ആ വചനം എന്ന മായമില്ലാത്ത പാല് കൊടുക്കാനുള്ള യഥാർത്ഥ ഒരു വാഞ്ചയുണ്ടോ? ആമേൻ. അത് കേവലം ഹല്ലേലൂയ ഒരു ഭക്ഷണം കഴിച്ചൊന്ന് സംതൃപ്തമായ അവസ്ഥയല്ല, അതിന്റെ അപ്പുറേ നമ്മളെ വലിയ കാര്യത്തിലോട്ട് ഇറക്കാൻ വേണ്ടി ആമേൻ ദൈവം ഇവിടെ പറയുന്ന ഒരു വലിയ സിസ്റ്റമാണ്. കുറച്ച് സമയം വേർതിട്ടിരുന്ന് ഇവിടെ 7 ദിവസത്തിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ആമേൻ. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലോട്ട് ഇറങ്ങണോ, ദൈവത്തിൽ നിന്ന് കേൾക്കണം. അവന്റെ വചനം ശരിക്കും അവൻ തരുന്ന വചനമായിരിക്കണമേ. നമ്മൾ ചുമ്മാ നമ്മുടെ ഐഡിയ പ്രകാരം ഒന്നും പറയുന്നല്ല. ദൈവമേ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇരുന്ന് കൊടുക്ക്. ഗോഡ് യു ടീച്ച് മീ. അവിടുന്ന് എന്നെ പഠിപ്പിച്ചാട്ടെ, അങ്ങ് എന്നെ സഹായിച്ചാട്ടെ എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് കൊടുക്കാവോ? ഹല്ലേലൂയ. അവൻ പഠിപ്പിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഓ യെസ്, ഹല്ലേലൂയ. അത് നടന്നിരിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തില് ഹല്ലേലൂയ വൻ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ഉദ്ദേശം സംഭവിക്കണമെങ്കിൽ നമുക്ക് അവനെ ഭക്ഷിച്ചേ തീരൂ. ആ പുളിപ്പില്ലാത്ത അപ്പം നമ്മൾ കഴിച്ചേ പറ്റൂ. പുളിച്ച ഒരു ഇടപാട് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. നമ്മളൊരു ഹൃദയത്തിൽ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വാഞ്ചിക്കുന്ന ഒരു ആളാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു മനുഷ്യനും ഈ കാര്യത്തിൽ തെറ്റുപറ്റത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കും ആരെങ്കിലും തെറ്റായ ഉപദേശം പഠിപ്പിച്ചാൽ നമ്മൾ അങ്ങനെ പഠിച്ചു പോകുമല്ലോ. നോ. ഇഫ് അവർ നമ്മുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവമേ എനിക്ക് സത്യവചനം തന്നെ അവിടെ തരണം, ആ വചനം മാത്രമേ നീ എനിക്ക് തരാവൂ, ആ വചനത്തിൽ തന്നെ എന്നെ നടത്തണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ദൈവം റെസ്പോൺസിബിളാ സത്യവചനം തരാൻ. ഒരുപക്ഷെ ഒരു മനുഷ്യന് വേണ്ട. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യഥാർത്ഥ വചനം നമ്മളെ പ്രകാശിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ലാതെയും നമ്മൾ അടുത്ത ലെവലിലോട്ട് പോവില്ല. ആമേൻ. ഇമ്പോർട്ടൻ്റാ. കാരണം ഇവിടെ എന്തിനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പെസഹായും ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ പെസഹായ്ക്കുള്ള ആ ഒരുക്കമൊക്കെ എന്തിനാണ്? ഒരു വലിയ യാത്രയ്ക്കാണ്. പ്രിയദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ വലിയ യാത്ര നടക്കണമെങ്കിൽ നമ്മളും ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. ഈ പുറപ്പാട് 12:28 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പുറപ്പാട് 12:28 മുതൽ 30 വരെ ഉള്ള. ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അത് ഒന്ന് ശ്രദ്ധിക്കണമേ.
അത്രയും ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്നു. ആ വ്യക്തികളിൽ ആരും പട്ടുപോയിട്ട് ബൈബിളിൽ ഇല്ല. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് കാരണം ഇസ്രായേൽ മക്കൾ പോയി അങ്ങനെ ചെയ്തു, യഹോവ മോശയോടും അഹരോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അപ്പൊ എല്ലാവരും പെസഹ ആചരിച്ചു, എല്ലാവരും കഴുകൽ പ്രാപിച്ചു. എന്നിട്ടാണ് അവർക്ക് ഇറങ്ങുവാൻ പറ്റിയത്. അപ്പോ നമ്മുടെ ഈ ഓരോ കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായവുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ലിങ്ക് ചെയ്ത് പഠിച്ചപ്പോൾ നമ്മളെ ഏൽപ്പിച്ച മേഖലകളിൽ ദൈവം പ്രവർത്തിച്ച് നമ്മളെ ഇറക്കണമെങ്കിൽ ആ മേഖലയിലുള്ള ആൾക്കാർ മൊത്തം ഹല്ലേലൂയ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണണം. ഹല്ലേലൂയ കേവലം ജസ്റ്റ് ഒരു വ്യക്തി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല ഞാൻ പറഞ്ഞൊരു രക്ഷ എന്നുള്ളതല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഇറക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കാര്യത്തിലേക്ക് വേണ്ടി ദൈവം ആ ഒരു അനോയിന്റ് ചെയ്ത് അസൈൻ ചെയ്ത് ഇറക്കുന്നതിന്റെ ബെനിഫിഷ്യറീസ് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു കുടുംബമെങ്കിലൊക്കെ ഉണ്ടാവും. അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥമായി ഒരു കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് അല്ലല്ല അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അങ്ങനൊന്നും അല്ല എൻ്റെ ഇടപാട്. നമ്മുടെ അധികാര പരിധിയിലുള്ള ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ മേഖലകളാണ്, ആരൊക്കെയാണ്, എന്തൊക്കെ ഇടപാടാണ്, അതൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ശരിക്കും വെച്ച് ദൈവം സഹായിക്കും. അവർ നമ്മളെ അനുസരിക്കും, അവർ നമ്മൾക്ക് വിധേയമായിട്ട് വരും. അങ്ങനെയാണ് ബൈബിളിൽ പഠിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിളിൽ ഈ പറഞ്ഞ ഇസ്രായേൽ രാജാക്കന്മാരൊക്കെ ചുമ്മാ ദൈവം എടുത്തൊരു ദിവസം കൊണ്ട് പൊക്കുമ്പോൾ അവരെ ദൈവം അല്ലെങ്കിൽ അനുസരിപ്പിക്കുന്ന രീതിയിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. ഈ മോശനെ തന്നെ വന്ന് ഇങ്ങോട്ട് കൊണ്ട് ഇറങ്ങി ഇപ്പൊ മോശനെ എല്ലാവരും അനുസരിക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പേ മോശ രണ്ടുപേർ അല്ലെങ്കിൽ അന്ന് അവരോടെടുത്ത് ഇടപാട് 2 ഇസ്രായേൽ മക്കൾ തമ്മിൽ അടിയുണ്ടായപ്പോൾ അവന്മാരെ മോശനെ ഓടിച്ചു വിട്ടു, അല്ലെങ്കിൽ നീ ആരാന്ന് ചോദിച്ചു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു പിന്നീട്. അപ്പോൾ ഈ അധികാരത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിന്റെ ഒരു അധികാര പരിധി ശരിക്കും എക്സിക്യൂട്ട് ചെയ്തു തരുന്നത് ദൈവമാണ്. നമുക്ക് പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത്ര ആൾക്കാരെ കുറിച്ച് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ കാണിക്കണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ അത്രയും ആൾക്കാർ അത് കേട്ടു. ആമേൻ. അതേപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ച ആൾക്കാർ അത് ചെയ്യും. ഹല്ലേലൂയ. ഇനി അടുത്ത് ബാക്കി വായിക്കുമ്പോൾ 29 വായിക്കുമ്പോൾ അടുത്ത വാക്യം. രാത്രിയിലോ സിംഹാസനത്തിൽ ഇരുന്ന് ഫറവോന്റെ ആദ്യജാതൻ മുതൽ കാരാഗ്രഹത്തിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രൈമിലും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രൈമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നെങ്കിലും മരിക്കാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒരു വലിയൊരു കാര്യത്തിലോട്ട് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, അതിൻ്റെ പുറകിൽ ആമേൻ ആത്മീയ മണ്ഡലത്തിൽ, ദൈവിക മണ്ഡലത്തിൽ വലിയ ഫൈറ്റ് നടന്ന് വലിയ അന്ധകാര ശക്തികളെ നശിപ്പിച്ച് തകർത്തിട്ടാണ് നമ്മളെ ചില കാര്യങ്ങളിലോട്ട് ഇറക്കുന്നത്. ഹല്ലേലൂയ. നമ്മളത് സിമ്പിളായിട്ട് കാണരുത്. നമ്മളത് ഈസി ആയിട്ട് അത് അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം അത്രയും നാൾ നമ്മളെ പിടിച്ചു വെച്ച ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലോകത്തിൻ്റെ സ്വഭാവങ്ങളിലും പാപത്തിലുമൊക്കെ പിടിച്ചു വെച്ച് നമ്മളെ തളച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തിയെ തോൽപ്പിച്ച് അതിനെ നശിപ്പിച്ചിട്ടാണ് നമ്മളെ ദൈവം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഇറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഇറക്കുന്നത്. അതിനെ കുറച്ച് കാണരുത്. ഹല്ലേലൂയ. 34 വാക്യം വായിച്ചട്ടെ. അതുകൊണ്ട് ജനം കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പേ പാത്രങ്ങളോട് കൂടെ ശീലകളിൽ കെട്ടി ചുമലിൽ എടുത്തുകൊണ്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇതിനു മുമ്പേ പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. അരയ്ക്ക് സത്യം കെട്ടിയും, ഹല്ലേലൂയ, അര കെട്ടി, ഹല്ലേലൂയ, ആ ഒരു ചെരിപ്പിട്ട് എന്നുള്ള നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചായിരുന്നു. അത് പുതിയ നിയമത്തുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുവാണെങ്കിൽ ഹല്ലേലൂയ നമ്മളൊരു യുദ്ധസന്നദ്ധനായിട്ട് തന്നെ എപ്പോഴും നിൽക്കണം. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനവും പിടിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ ആ ഒരു ഹല്ലേലൂയ, ആ ഒരു മാർഗനിർദ്ദേശത്തിൽ, ദൈവം തരുന്ന യഥാർത്ഥമായ മാർഗനിർദ്ദേശത്തിൽ റെഡിയായിട്ട് യെസ് ആമേൻ ഹല്ലേലൂയ നമ്മൾ ഇറങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രിയദൈവമക്കളെ, ദൈവം നടത്തുന്ന വിധം അങ്ങനെയാണ്. അല്ലാതെ ഞാൻ അവരോട് യാത്ര പറയട്ടെ, ഈ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ, ആ കാര്യം ഈ വക പരിപാടിയൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി പറ്റിയ പണിയല്ല. കാരണം വി ഷുഡ് ബി ലൈക്ക് എ സോൾജിയർ. നമ്മൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളതായി പെട്ടെന്ന് തന്നെ ഇറങ്ങി ആമേൻ അങ്ങ് പുറപ്പെടണം. ഹല്ലേലൂയ. ഇനി 12:43 എന്ന് വായിച്ചോട്ടെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും കൽപ്പിച്ചത്, പെസഹയുടെ ചട്ടം ഇതാകുന്നു, അന്യജാതിക്കാരനായ ഒരുത്തനും അത് ഭക്ഷിക്കരുത്. ഓക്കെ, ഹല്ലേലൂയ. ഈ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കാണാൻ സാധിക്കും. പെസഹയുടെ ഇങ്ങനെ ചട്ടം പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു ടെൻഡൻസി, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ആൾക്കാർ ലോകത്തിൻ്റെ സിസ്റ്റവുമായിട്ട് ചില കോംപ്രമൈസുകൾ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ സിസ്റ്റം എന്തും ആയിക്കോട്ടെ, എന്ത് ഇടപാടായിക്കോട്ടെ, പക്ഷെ ഒരു കോംപ്രമൈസും പറ്റൂല. പകരം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ വരാം. അതല്ലാതെ ഒരു വിശ്വാസിയായ ഒരു ദൈവ പൈതൽ ഒരു കാരണവശാലും ലോകത്തിന്റെ അല്ലെങ്കിൽ അത് അങ്ങനെയാ ഇങ്ങനെയാ അവരുടെ സ്റ്റൈൽ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോ, ഈ പരിപാടി പറ്റില്ല. യെസ് ഹല്ലേലൂയ. കാരണം അവനെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം തന്നത്, നമ്മൾ ഈ ഒരു കാര്യം ഏൽപ്പിച്ചത് ദൈവത്തിന് അറിയാതെ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. അല്ലാതെ യെസ് ഈ ലോകത്തിന്റെ ഇടപാടുമായിട്ട് കോംപ്രമൈസ് പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഞാനൊരു വാക്യം ഒഴുകൂടെ വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എക്സോഡസ് 15:26 വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ഇവിടെ 26 ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ഹി സെഡ്, ഇഫ് യു വിൽ ഗീവ് ഏണസ്റ്റ് ഹീഡ് ടു ദ വോയിസ് ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്, ഏണസ്റ്റ് ഹീഡ് ടു ദ വോയിസ് ഓഫ് ദ ലോർഡ് യുവർ ഗോഡ്. ഇത് 15-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ശ്രദ്ധയോടെ കേട്ടേ പറ്റൂ. ദൈവത്തിൽ നിന്ന് വ്യക്തമായി ഹല്ലേലൂയ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയേ പറ്റൂ. ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച മേഖലകൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ദൈവത്തിനറിയാം. അത് വ്യക്തമായി എങ്ങനെയെന്ന് മനസ്സിലാക്കി ആ ഒരു മേഖലകളിൽ തന്നെ നടത്തുവാൻ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ വിടുതൽ, നമ്മുടെ ജീവിതത്തിലെ ശരിക്കും ദൈവിക പ്രവൃത്തി ഹല്ലേലൂയ, അത് ഹല്ലേലൂയ നടക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഹല്ലേലൂയ നമ്മൾ ഉള്ളിലോട്ട് എടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവൃത്തി കാണണമേ എന്നുള്ള യഥാർത്ഥമായ പ്രാർത്ഥന ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.